വീണ്ടും ജീവമാത കാരുണ്യ ഭവനിലെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. എന്തെന്ന് വെച്ചാൽ ഇത്രയും ഫ്രോഡായിട്ടുള്ള, ഇത്രയും മനസാക്ഷിയില്ലാത്ത, ഇത്രയും ഗതികെട്ടൊരു സ്ത്രീ ഈ ലോകത്ത് ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു കാര്യം പുറത്ത് വന്നതിന് ശേഷമാണ് അറിയുന്നത്. ആ ഒരു അനാഥാലയത്തിൽ ആ ഒരു പെൺകുട്ടികളാണെങ്കിലും അമ്മമാരാണെങ്കിലും അനുഭവിക്കുന്ന യാതനകളും വേദനകളും ഒക്കെ ആ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ആ ഒരു കുട്ടികളെ ആ ഒരു കിച്ചൺ റൂമിലേക്ക് കയറ്റത്തില്ല, തമ്മിൽ സംസാരിക്കാൻ അനുവദിക്കത്തില്ല, ഒരു കാര്യത്തിന് സമ്മതിക്കാത്ത ഒരു വൃത്തികെട്ട തന്നെയാണ് ഈ ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഒരു താടക സ്ത്രീ. അപ്പോൾ ആ പെൺകുട്ടികൾ പീരീഡ്സ് ആയാൽ പാഡ് കൊടുക്കത്തില്ല. പിന്നെ വസ്ത്രം, നമുക്ക് മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഈ വസ്ത്രം, ഫുഡ്, മരുന്ന്. ഇത് ഇത്രയും ഇല്ല അത്രയും കൊടുക്കുന്നില്ല എങ്കിൽ അത്രയും ഗതികെട്ടൊരു സ്ത്രീ ഈ ലോകത്ത് ഉണ്ടായിരിക്കത്തില്ല. ഇവരെയൊന്നും മനുഷ്യഗണത്തിലേ പെടുത്താൻ പറ്റുന്ന, കാരണം മൃഗങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിലാണ് ഈ ഒരു സ്ത്രീ ചിന്തിക്കുന്നത്. എന്തായാലും കുറച്ച് വോയിസ് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് തന്നെ ഇത് ഫുള്ള് കേൾക്കാം. ഒരുപാടുണ്ട് കേട്ടോ. നിങ്ങള് പിന്നെ നമ്മുടെ ജീവമാതാവിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ട നിങ്ങളായിരുന്നോ? ഞാന് അതിനടുത്തുള്ള ഒരു ആളാണ്. അതിന്റെ പിന്നെ അത്യാവശ്യം സമൂഹ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാറുള്ള ഒരാളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം പിന്നെ ഇത് ചെയ്യുമ്പോൾ ആ പ്രദേശത്തോട്ടൊന്ന് പോയിട്ട്, ആ തേപ്പുപാറ എന്ന് പറയുന്ന പ്രദേശത്ത്, കാരണം അവിടെ ആളുകളെല്ലാം ഭീഷണി ഉണ്ടായിരുന്നത് കാരണമാണ് ഇതുവരെ ഇത് പുറത്ത് പറയാതിരിക്കുന്നത്. ഞാൻ 2 വർഷം മുമ്പ് ഈ ആൾക്കാരടുത്തെല്ലാം അന്വേഷിച്ചു, ഇവരെല്ലാം എടുത്ത് പറഞ്ഞു, നാട്ടുകാരെല്ലാം എടുത്ത് പറഞ്ഞു, അവർക്ക് പേടിയാണ് ഇത് പറയാൻ, പേടിച്ച് നിൽക്കുകയാണ്. അത് ഞാനിപ്പോ അവരോട് പറഞ്ഞു. അതിന്റെ കാരണം ഉണ്ട്, അവിടെ ഇവര് മലിനജലം എല്ലാം ഒഴിക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കുറെ പൗരസമിതിയുടെ ഒക്കെ കുറെ ആളുകൾ അവിടെ ചോദിക്കാൻ ചെല്ലുകയും അത് ചെല്ലുമ്പോ അവിടെ ഈ പിള്ളേരെ മുന്നിൽ ഞാൻ ആ കാര്യം അങ്ങോട്ട് പറയാം. അതിന് ചേട്ടൻ ഇങ്ങോട്ട് പറയാനുള്ളത്, ഇവർക്കെതിരെ ആരെന്ത് ചെയ്താലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അടക്കം. ഇപ്പൊ അതിന്റെ ഒരു കാര്യത്തിൽ ഞാൻ SPI പോയി കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ശ്രദ്ധിച്ച് കേൾക്കാം. ഈ ഒരു കാര്യത്തിലൊന്നും ഒതുങ്ങുന്നതല്ല ഇത്. നിങ്ങൾ ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് ഈ നാട്ടുകാരൻ്റെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് മേടിച്ചു തരാം. മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു ബ്ലോഗ് ഞാൻ കുറച്ച് മുമ്പേ കണ്ടു. ആ സൈറ്റിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഈ ബോഡികൾ, കാരണം എനിക്കൊരു സൂപ്പർ മാർക്കറ്റ് കൂടിയുണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ ഇവരുടെ മരുമോൻ എന്ന് പറയുന്ന കക്ഷി അവിടെ വന്ന് സാധനമൊക്കെ മേടിക്കാറുണ്ടായിരുന്നു. വരുമ്പോ കാരണം ഇതിനകത്ത് എന്നോട് ഇത്ര കാര്യമായിട്ട് ഫ്രീ ആയിട്ട് ഇടപെടാനുള്ള കാരണം, അമേരിക്കയിലുള്ള എന്റെ ഒരു കസിൻ ഉണ്ട്. അവിടുത്തെ അന്നദാന മണ്ഡപം പണിത് കൊടുത്തേക്കുന്നത് ആ പുള്ളിയാണ്. എന്റെ മോൻസി ചെറിയനാണ് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു, എന്റെ ഫാദറിന്റെ ജ്യേഷ്ഠനാണ്. അപ്പൊ ഈ അന്നദാന മണ്ഡപമൊക്കെ പണിത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് ഫണ്ട് ഇവര് മെസ്സേജ് അയക്കും, കൊടുക്കും. എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കസിനാണ് ഞാൻ ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയിൽ ഇവൻ എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് വലുതായിട്ട് കാര്യങ്ങളൊക്കെ പറയും. ഈ പെണ്ണിന്റെ കല്യാണം പോലെ എനിക്ക് പ്രത്യേക ഇൻവിറ്റേഷൻ ഒക്കെ കൊണ്ടുതന്ന് എന്നെ എനിക്ക് ഇത് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള. പിന്നെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ വന്ന് സാധനം മേടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർക്ക് കൊടുത്തായിരുന്നു പറഞ്ഞ് കൊടുക്കാറുണ്ട്. അതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴാണ് മനസ്സിലായി. ഒരുപാടുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു ഡാഡി ഗിരിജി എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട സ്ത്രീയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് വിചാരിച്ചതാണ്. പിന്നെ അത് ചെയ്താൽ ഞാനങ്ങനെ പറഞ്ഞാൽ ഇനി ചില ആൾക്കാർ കേട്ട് ഇനി ആ കുട്ടിയെ കൂടെ വിളിച്ച് അതിലോട്ട് ഇടുന്നെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞാൽ ആ ഒരു അനാമികയുടെ കാര്യം കഷ്ടമാണ്. ആ ഒരു കുഞ്ഞു കൂടി ആയിപ്പോയി. ആ കുട്ടിക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക, ആ കുട്ടി എങ്ങോട്ട് പോകും എന്നുള്ളൊരു രീതിയിലുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇത്രയും ഓടായിട്ടുള്ള ഈ ഒരു ദുഷ്ടായ സ്ത്രീയുടെ അടുത്ത് ആ ഒരു പെൺകുട്ടി നിൽക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു അപകടകരമാണ്. പക്ഷെ എന്നിരുന്നാലും ആ പെൺകുട്ടി ഇനി എവിടെ പോകും? സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് പോകാൻ ഒരിടമില്ല, അമ്മയില്ല, അച്ഛനാണെങ്കിൽ അച്ഛൻ വേറെ ജീവിതത്തിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി നമ്മൾക്ക് എല്ലാം ന്യായീകരിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ആ ഒരു കുഞ്ഞ് കൂടി ഉണ്ടായിപ്പോയതിനുള്ളൊരു സങ്കടം നമുക്ക് എന്തായാലും തോന്നും. ഓൾറെഡി ഒരുപാട് പേര് ഇവർക്കെതിരെ വീഡിയോസുമായിട്ടും വോയിസുമായിട്ടും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തിനാണ് ഇവരിങ്ങനെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത്? ഇവരുടെ തെറ്റുകൾ എന്താണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്? ഇപ്പൊ എന്തായാലും കുറച്ച് 22 പേരെന്തോ പെൺകുട്ടികളെന്തോ വേറെ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി അമ്മമാരുണ്ട്. ഇനി എന്തായാലും ഒരു 2026 ആകുമ്പോഴത്തേക്ക് ഈ ഒരു അനാഥാലയം തുറക്കത്തുള്ളൂ എന്നാണ് കാണിക്കുന്നത്. എന്തായാലും തുറക്കാതിരിക്കട്ടെ. ഇനി തുറന്നാൽ കൂടി ഈ ഒരു സ്ത്രീയെ ഇതിലേക്ക് ഏൽപ്പിക്കരുത്. നല്ലൊരു വ്യക്തിയാ ഈ ഒരു തുടർന്ന് നടപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു അനാഥാലയം കൊടുക്കുക. കാരണം ഒരു പെൺകുട്ടി എന്നാണ് പറയില്ല, ആ ഒരു പെൺകുട്ടിക്കൊക്കെ അവിടെ മരിച്ച ലക്ഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്? ഇവര് ഫുൾ അനാഥാലയത്തിലേക്ക് കൊടുക്കുന്ന പൈസ മുഴുവനും എടുത്ത് ഇവരെ ദൂർത്ത് ഇവരുടെ മക്കളെ പോറ്റിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് അനാഥാലയത്തിലുള്ള പിള്ളേരെ അല്ല ഇവർ നോക്കുന്നത്, അമ്മമാരെ അല്ല നോക്കുന്നത്. അനാമിക അന്നെടുത്തൊരു വീഡിയോ, നമ്മുടെ ജീവമാത കാരുണ്യ ഭവൻ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കാം ആ ഓരോ അമ്മമാരുടെയും വണ്ണം എങ്ങനെയാണ്, അവിടെ എല്ലിളക്കം, ഇവിടെ എല്ലും തോലുമായിട്ടിരിക്കുന്ന ഓരോ അമ്മമാരുടെയും ശരീരം
വയ്യാത്തതാണെങ്കിലും നല്ലതാണെങ്കിലും ഇവർക്ക് വേലക്കാരി, ഇവർക്ക് അനാശ്വാസമുണ്ട്, ഇവർ രാത്രിയിൽ ആരെയൊക്കെ വിളിച്ച് കയറ്റുന്നുണ്ടെന്നുള്ള ഇതറിഞ്ഞു, അതും തെളിവ് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഓൾറെഡി നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് ആ ഒരു സ്ത്രീ ആണുങ്ങളെ വിളിച്ച് അനാഥാലയത്തിന് കയറ്റുന്നുണ്ട്. മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. അവർ ആ ഒരു എന്തിനാണ് അങ്ങനെ സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത്? ഒരു അനാഥാലയത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനത്തോടെ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ പെൺകുട്ടികളാണ് കൊടുക്കുക, ഇല്ലെങ്കിൽ വേറെ അനാഥാലയങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ കൊടുക്കാം. പക്ഷെ ആ ഒരു സ്ത്രീ എന്തുകൊണ്ടാണ് തൻ്റെ മകളെ തന്നെ ആ ഒരു വ്യക്തിക്ക്, ഒന്നുകിൽ ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാട് മാറിയിട്ടുണ്ടായിരിക്കാം, വീണ്ടും നല്ല രീതിയിൽ പോകാം, അയാൾ കൈവിട്ടാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെടുമോ, ഇനി കുറച്ചും കൂടി വലിയ രീതിയിലാകാം എന്നൊക്കെ ഉള്ളൊരു ചിന്ത അയാളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയപ്പം അയാൾ കുറച്ച് നല്ല ഉള്ള ഫാമിലിയായിട്ട് തോന്നിക്കാണും. അപ്പോഴായിരിക്കും തൻ്റെ മകളെ കൊണ്ട് കെട്ടിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെയും ഒരു വൈറലാകാനുള്ള ഒരു പ്ലാന്. അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഈ സ്വന്തം മകന് അനാഥാലയത്തിലുള്ള ഒരു പെൺകുട്ടിയെ തന്നെ കെട്ടിച്ചു കൊടുത്തത്? അതിലും എന്ത് കാര്യം ഇരിക്കുന്നു? അപ്പം എല്ലാ കാര്യങ്ങളും ഈ സ്ത്രീയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നൊന്നും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും ആ സ്ത്രീയെ മാതൃകാപരമായിട്ട് തന്നെ നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കുക. ഇവർ വെറുതെ വിടാൻ പാടില്ല. കാരണം അവിടെയുള്ള പിള്ളേർ അനുഭവിച്ച വേദനയും വിഷമങ്ങളും ഒക്കെ ഈ സ്ത്രീ അടിക്കും. കാരണം അവിടെ ഓൾറെഡി ഇവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ളൊരു ലേഡിയാണെന്ന് അറിയാൻ സാധിച്ചത്. ഇവർ ആ ഒരു പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ശിക്ഷാവിധികളൊക്കെ വളരെ മോശമായിട്ടുള്ളതും ക്രൂരമായിട്ടുള്ള ശിക്ഷാവിധികളാണ്. കാരണം വെയിലത്തിട്ട് ഓടിക്കുക, മുട്ടിലെഴുപ്പിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന ജോലികൾ. എന്താണ് ഇവരുടെ ഉദ്ദേശം? ഇവരെന്ത് ആണ് ഇവരുടെ മനസ്സിലിരിപ്പൊന്നും മനസ്സിലാകുന്നില്ല. ഇവരെക്കുറിച്ച് എന്തായാലും ഒരുപാട് വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവരെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുക. കാരണം ന്യൂസ് ചാനലിൽ ഇവരെക്കുറിച്ച് ഒന്നുമേ പറയുന്നില്ല. യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇവരുടെ കൂടുതലും വോയിസുകളും ഓരോ ആൾക്കാർ പ്രത്യേകമാണ് നന്നായിട്ട് അറിയാം. കാരണം ഇത്രയും അനാഥാലയത്തിൽ ഇത്രയും കാലം ഈ 15 വർഷത്തോളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കുന്ന കാര്യങ്ങൾ എല്ലാം. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് വന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ആരും കണ്ടില്ല? അപ്പോൾ ഇവരും അവരുമായിട്ടൊക്കെ ബന്ധങ്ങൾ കാണും. ആ ഒരു ഇപ്പം അവിടെയുള്ള നാട്ടുകാർക്ക് പോലും ഇവരെ പേടിയാണ്, ഇവരുടെ പേര് മുന്നിലേക്ക് ഇട്ട് കൊണ്ടുവരാനുള്ള ഒരു പേടിയുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതിന് ഓൾറെഡി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇവരുടെ പുറകെ ഉണ്ട്. ഇപ്പം എന്തായിരുന്നാലും മകനും ഇതിലൊരു പുള്ളിക്കാരൻ തന്നെയാണ് കേട്ടോ. ഒട്ടും പറയുക, മകനും മകളും ഒക്കെ എല്ലാം കറക്റ്റ് തന്നെയാണ്. ഒരു കുടുംബം മുഴുവനായിട്ടും ഈ ഫ്രോഡ് തരം തന്നെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്.